എസ് അൻവർ, ഹാഷ്മി. അതിൽ അതിൽ അജിത് അതിൽ കുമാറിന്റെ വലിയ ചേതോ ബുദ്ധിമുട്ട് വികാരം ബി കോമൺ ജെ പിയെ സെൻസ് പോലെ. സഹായിക്കലാണെങ്കിൽ ആലോചിച്ച് നോക്കൂ ശ്രീ അൻവർ, ഈ പറയുന്ന RSSന്റെ നിർദ്ദേശങ്ങൾ സ്വീകരിക്കുക, മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി CPMന്റെ സംസ്ഥാന സമിതി അംഗം പി ശശിയിൽ നിന്ന് നിർദ്ദേശങ്ങൾ സ്വീകരിക്കുക. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ MR അജിത് കുമാർ ആരാണ് ശ്രീ PV അൻവർ? എന്താണ് അയാൾ? അല്ല, ദ്വമുഖി എന്നൊക്കെ നമ്മൾ പറയുന്നത് അദ്ദേഹത്തിന് 3 മുഖവും 4 മുഖമാണ്. ആരൊക്കെയാണ് അദ്ദേഹം തൃപ്തിപ്പെടുത്തുന്നത്? ഒരു ഭാഗത്ത് ഇടതുപക്ഷത്തിൻ്റെ ആളാണ് എന്ന് വരുത്തി തീർക്കണം, മറുഭാഗത്ത് ഈ പറയുന്ന കേരളം കണ്ട ഏറ്റവും വലിയ നാണക്കേടുണ്ടാക്കിയ കേസാണ് സരിത കേസ്. നമുക്കറിയാലോ പാർട്ടി എന്തുമാത്രം അതിന് പണിപ്പെട്ടിട്ടുണ്ട്, എത്രമാത്രം കമ്മ്യൂണിസ്റ്റുകാർ സഖാക്കൾ അടികൊണ്ട് ജയിലിലായിട്ടുണ്ട്, എന്തെല്ലാം ദുരന്തങ്ങൾ ഈ പാർട്ടി അതിനു വേണ്ടി അനുഭവിച്ചു. അങ്ങനെ അവസാനം ഒരു ജുഡീഷ്യൽ അന്വേഷണത്തിന് ഉത്തരവിട്ട് ആ കേസന്വേഷണം നടക്കുമ്പോൾ അതിനെ അട്ടിമറിക്കാൻ സഹായിച്ചൊരു വ്യക്തി വാദിയെ സ്വാധീനിച്ചു എന്ന് പറയുന്ന വാദി തന്നെ MR അജിത് കുമാറാണ് ഇത് അട്ടിമറിച്ചത് എന്ന് പ്രപഞ്ചം പോലെ പുറത്തു വന്നിരിക്കുന്നു. ആ MR അജിത് കുമാർ എങ്ങനെ കമ്മ്യൂണിസ്റ്റ് ഭരണത്തിൽ ഈ പറയുന്ന ലോ ആൻഡ് ഓർഡറിന്റെ ADGP ആയിരിക്കും? ഇതല്ലേ ഇതിന് മനസ്സിലാക്കാത്തത്? അല്ല ശ്രീ PV അൻവർ, ഇപ്പൊ DGP എന്ന് പറഞ്ഞാൽ ഇപ്പൊ DGP എന്ന് പറയുന്നത് നമുക്ക് അങ്ങനെ പൊളിറ്റിക്കൽ പോസ്റ്റിംഗ് അല്ല എന്ന് പറയുമ്പോൾ പോലും നമുക്ക് 3 ഓപ്ഷൻ കൊടുക്കാം. അവിടെ നമുക്കൊരു കേരളത്തിന് അല്ലെങ്കിൽ ഭരിക്കുന്ന പാർട്ടിയുടെ താല്പര്യം സംരക്ഷിക്കാൻ DGPക്ക് സ്കോപ്പുണ്ട്. ADGP എന്ന് പറയുന്നത് പൂർണ്ണമായും അത് സംസ്ഥാനത്തിന്റെ അല്ലെങ്കിൽ സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടിയുടെ പ്രെറോഗേറ്റീവാണ്. ക്രമസമാധാന ചുമതല ആർക്ക് കൊടുക്കണം എന്നുള്ള കാര്യം അത് അജിത് കുമാറിന് കൊടുത്തത് CPM-ഉം ഈ സർക്കാരും അല്ലേ ശ്രീ PV അൻവർ? പിന്നെ അങ്ങ് ആരെയാണ് കുറ്റപ്പെടുത്തുന്നത്, പഴിക്കുന്നത്? അല്ല, ഞാനിപ്പോൾ ആരെയും കുറ്റപ്പെടുത്തും. ഇതാണ് സിറ്റുവേഷൻ. അതുകൊണ്ട് പാർട്ടി ഇടപെടണം, ഗവൺമെൻറ് ഇടപെടണം, മുഖ്യമന്ത്രി ഇടപെടണം. നോക്കാം, നമുക്ക് ഇടപെടൽ ഉണ്ടാവുമെന്ന്, ഒരു തീരുമാനം ഉണ്ടാവും, നമുക്ക് നോക്കാം. അങ്ങനെ വരുമെന്ന് ഊഹിക്കണില്ല. ഇതിൽ സത്യസന്ധമായൊരു അന്വേഷണം നടക്കുമെന്നും കുറ്റവാളികൾ പിടിക്കപ്പെടുമെന്ന് തന്നെയാണ് ഞാനിപ്പോഴും വിശ്വസിക്കുന്നത്. അതിനപ്പുറത്തേക്ക് ഈ അന്വേഷണം പോകുന്നുണ്ടെങ്കിൽ നമുക്ക് അപ്പം നോക്കാം. സമയത്ത് ഉണ്ടാവുമല്ലോ. ശരി, ഒറ്റ ചോദ്യം കൂടി CPM. സാധാരണഗതിയിൽ താങ്കൾ ദൈവവിശ്വാസിയാണ് എന്ന് അറിയാം, എങ്കിൽ കൂടിയും താങ്കൾ ഈ ദൈവത്തിന്റെ കാര്യം, പടച്ചവന്റെ കാര്യമൊന്നും അങ്ങനെ കൂടുതൽ ഈ രാഷ്ട്രീയ വ്യവഹാരങ്ങൾ പറയാത്ത ആളാണ്. പക്ഷേ ഈ വ്യവഹാരങ്ങൾ തുടങ്ങുമ്പോൾ താങ്കൾ തുടക്കം മുതൽ എനിക്ക് എൻ്റെ മുന്നിൽ എൻ്റെ ദൈവം മാത്രമേ, സർവശക്തനായ ദൈവം മാത്രമേ ഉള്ളൂ, ദൈവം എന്ന് കൂടുതൽ ആവർത്തിക്കുന്നുണ്ട്. തോക്കിന് ലൈസൻസ് അപേക്ഷിക്കുന്നുണ്ട്. ഉള്ളിൽ ഒരു ഭയമുണ്ടോ? സത്യം പറയണം ശ്രീ PV അൻവർ. ഒരു ഭയമില്ല. ഞാൻ നല്ല ധൈര്യം. തോക്ക് വാങ്ങുന്ന എന്തിനാ? വെറുതെ ഒരുത്തന്നെ വെടികൊണ്ട് ചാവണ്ടല്ലോ, വരുന്നവനെ ഒരുത്തനെ അങ്ങോട്ട് തിരിച്ചു വെക്കാമല്ലോ. ആ ഉദ്ദേശത്തിൽ വാങ്ങുകയാണ്. അപ്പോൾ വെറുതെ അങ്ങ് ചത്തു കൊടുക്കണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ടാണല്ല, ഭയപ്പെട്ടിട്ട് വാങ്ങല്ല. ഭയപ്പെടുന്നവനെ വെറുതെ എന്താ വെടി വെച്ചോണ്ട് അങ്ങനെ നിൽക്കണ്ടല്ലോ. വരുന്നവനെ ഒരുത്തനെങ്കിലും കൈകാര്യം ചെയ്യാൻ പറ്റുമോ നോക്കാമല്ലോ. അത്രേ ഉദ്ദേശിച്ചിട്ടുള്ളൂ ഹാഷ്മി. PV അൻവർ, ഇടതുപക്ഷം ഭരിക്കുന്ന കേരളത്തിൽ ആ സർക്കാരിന്റെ ഭാഗമായ ഒരു ഭരണപക്ഷ MLA പറയുകയാണ്, എന്നെ ആരെങ്കിലും വെടിവെച്ച് കൊല്ലാൻ വന്നാൽ തിരിച്ചു കൊല്ലാൻ വേണ്ടിയാണ് ആ തോക്ക് എന്ന് പറയുന്നത്. അപ്പൊ എന്നെ പോലുള്ള സാധാരണക്കാരുടെ അവസ്ഥ എന്താണ് ശ്രീ PV അൻവർ? അല്ല, സാധാരണക്കാർക്ക് കുഴപ്പമൊന്നുമില്ല. സാധാരണക്കാർക്ക് ഇന്ത്യയിലെ ഏറ്റവും നല്ല നമ്പർ 1 ഈ പറയുന്ന ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷനുള്ളത് കേരളത്തിലാണല്ലോ. അതിൽ തർക്കമില്ലല്ലോ. ആ കാര്യത്തിൽ ഒരു തർക്കമില്ല. ഇത് PV അൻവറിന് മാത്രമുള്ള സിറ്റുവേഷനാണ്. സാധാരണ ജനങ്ങൾക്ക് സമാധാനമായി ജീവിക്കാനുള്ള എല്ലാ സാഹചര്യവും ഇന്ന് കേരളത്തിലുണ്ട്. അതിൽ തർക്കമൊന്നുമില്ല ലക്ഷ്മി. ഓക്കെ, താങ്ക് യു PV അൻവർ. താങ്കളുടെ കൺവിക്ഷൻ ശരിയാണെങ്കിൽ, താങ്കളുടെ വിലയിരുത്തൽ, താങ്കളുടെ പക്കലുള്ള തെളിവുകൾ ശരിയാണെങ്കിൽ, താങ്കൾ ഈ പറയുന്ന മാഫിയക്കെതിരായ പോരാട്ടമെങ്കിൽ ആ പോരാട്ടം തുടരൂ, പോരാട്ടത്തിന് പിന്തുണകൾ. താങ്ക് യു ശ്രീ PV അൻവർ.